Hi friends, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെ ഈ ടാക്കോസും ബൊറീറ്റോസും ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് 2 cups ഓഫ് ആട്ട എടുക്കാം. പിന്നെ അതിലോട്ടേക്ക് 1 cup ഓഫ് മൈദയും ഇടാം. പിന്നെ അതിലോട്ടേക്ക് 2 tablespoon ഓയിൽ. ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്യണത്. പിന്നെ സോൾട്ടും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലോട്ടേക്ക് വെള്ളം കുറേശ്ശെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഡോ ആക്കാം. അപ്പോൾ നമ്മുടെ ഡോ റെഡിയായി. ഇനി നമുക്ക് ഈ പാത്രം മാറ്റി വെച്ചിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട്, ഞാനിവിടെ റിഫൈൻഡ് ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്, ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നീഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒരു ബൗൾ എടുക്കുക. ഞാൻ നേരത്തെ ഉപയോഗിച്ച ബൗൾ തന്നെയാണ് യൂസ് ചെയ്യണത്. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഞാനിവിടെ സെയിം റിഫൈൻഡ് ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ പാത്രത്തിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഡോ അതിൻ്റെ അകത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 5 to 15 minutes റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇതൊരു വെള്ളത്തിൽ കുറേശ്ശെ ഒന്ന് നനച്ച തുണി വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേണം റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ, അല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോകും. അപ്പോൾ നേരത്തെ കാണിച്ചത് ടാക്കോസ് ഉണ്ടാക്കാനായിരുന്നു. ഇനി ഇത് ബൊറീറ്റോസ് ഉണ്ടാക്കാൻ വേണ്ടി 1 cup ഓഫ് മൈദ ഞാൻ എടുത്തേക്കാണ്. അതിലോട്ടേക്ക് 1 teaspoon ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുക. പിന്നെ 2 tablespoon ഓയിൽ ഒഴിക്കുക. ഞാനിവിടെ റിഫൈൻഡ് ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് സോൾട്ടും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറേശ്ശെ വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഡോ ആക്കാം. അപ്പോൾ അതേ ഡോ റെഡിയായി. അത് നന്നായിട്ടൊന്ന് നീഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലോട്ടേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഞാനിവിടെ റിഫൈൻഡ് ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് പാത്രത്തിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഫോർ 5 to 10 minutes. അത് ഞാനിവിടെ പ്ലാസ്റ്റിക് റാപ്പാണ് ഉപയോഗിക്കുന്നത്, ഇത് മൂടി വയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഓയിൽ ആഡ് ചെയ്യാം. ഇതിൽ ഞാനിപ്പോൾ റിഫൈൻഡ് ഓയിൽ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിലോട്ട് നമുക്ക് ഓണിയൻസ് ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഓണിയൻസ് ഒന്ന് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ അതിലോട്ട് ജിഞ്ചറും പിന്നെ ക്യാബേജും ആഡ് ചെയ്യാം. അപ്പോൾ ഈ ക്യാബേജും കുറേശ്ശെ ഒന്ന് ബ്രൗൺ ആയി ജസ്റ്റ് അതിൻ്റെ മോയ്സ്ചർ ഒക്കെ പോയി തുടങ്ങുമ്പോൾ അതിലോട്ട് നമുക്ക് ഗ്രീൻ ചില്ലീസ് ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇത് റെഡിയായി. ഇനി നെക്സ്റ്റിലോട്ട് പോകാനായിട്ട് വേവിച്ച ടൊമാറ്റോ അത് നമ്മൾ നന്നായിട്ട് സ്മാഷ് ചെയ്യണം, നല്ല സോഫ്റ്റ് ആക്കണം. അതിന് തൊലിയൊക്കെ കളഞ്ഞ് നല്ല സ്മാഷ് ചെയ്ത് നല്ല സോഫ്റ്റ് ആക്കണം അത്. അപ്പോൾ പൊട്ടാറ്റോസ് എല്ലാം സ്മാഷ് ചെയ്തു. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കടലയും ഗ്രീൻ പീസും ആഡ് ചെയ്യാം. എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്യണം.
അപ്പം നമ്മുടെ ഡോ റെഡിയായി. ഈ ഡോ ഒന്നും കൂടി ഒന്ന് കുറേശ്ശെ ഒന്ന് നീഡ് ചെയ്തിട്ട് കുറച്ച് കഷ്ണങ്ങൾ എടുത്തിട്ട് പിന്നെ ഈ പ്ലാറ്റ്ഫോമിൽ കുറച്ച് മൈദ ഇട്ടിട്ട് നന്നായിട്ട് റൗണ്ട് ചെയ്തെടുക്കുക, നല്ല തിന്നായിട്ട്. എന്നിട്ട് വല്ല റൗണ്ട് ഷേപ്പിലുള്ള വല്ല പാത്രം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷേപ്പിലായിട്ടുള്ള കട്ടർ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്യാം, എന്നിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ബൊറീറ്റോസിനുള്ള ഡോവും റെഡിയായി. അതും സെയിം രീതിയിൽ തന്നെ, പക്ഷേ ഷേപ്പ് ചെയ്യണ്ടാവുന്നുള്ളൂ. നന്നായിട്ട് പരത്തിയിട്ട് അങ്ങനെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്ന മാതിരി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇത് ടാക്കോസിനുള്ളതാണ്. ടാക്കോസിൻ്റെ ഡോ ആണ് ഇത് ഫ്രൈ ചെയ്യേണ്ടത്. ടാക്കോസിൻ്റെ ഡോ ഷേപ്പ് ചെയ്തെടുത്തിട്ട് പിന്നെ ഫ്രൈ ചെയ്യണം. പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ മുക്കി കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് പതുക്കെ കുറച്ച് സ്പേസ് വെച്ചിട്ട് ഫ്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഷേപ്പിൽ ഇട്ടാൽ അപ്പോൾ ഫില്ലിങ്സ് നല്ല സുഖമായിട്ട് ഇടാൻ പറ്റും. ഇത് ഇനി ഇപ്പോൾ ബൊറീറ്റോസിനുള്ളതാണ് ഉണ്ടാക്കുന്നത്. ബൊറീറ്റോസിന് ഇങ്ങനെ ജസ്റ്റ് പാനിൽ വെറുതെ ഇങ്ങനെ ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ചപ്പാത്തി ഉണ്ടാക്കുന്ന മാതിരി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഫോൾഡ് ചെയ്തപ്പോൾ ഈ ഓട്ടസ് കുറച്ച് ചെറുതായി പോയി ഫോൾഡ് ചെയ്ത് കാരണം. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് വലിയ എന്നിട്ട് സ്പേസ് വെക്കായിരുന്നു. ഇതിപ്പോൾ സ്പേസ് കുറഞ്ഞു പോയി. കയറ്റാൻ നല്ല കഷ്ടപ്പാടായിരുന്നു. ചോപ്സ്റ്റിക്കൊക്കെ ഉണ്ടായിരുന്നു കയറ്റിയത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ മറ്റേ സ്മാഷ് പൊട്ടേറ്റോസും അതൊക്കെ ഞങ്ങൾ ഇടും, ഫില്ല് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഓണിയൻസും ടൊമാറ്റോസും പിന്നെ ക്യാപ്സിക്കവും ഇടും. എന്നിട്ട് കൊറിയൻഡർ ലീവ്സും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പെപ്പറും അല്ലെങ്കിൽ ഇറ്റാലിയൻ ഹെർബ്സും അതൊക്കെ ചേർക്കാം. എന്നിട്ട് അടുത്തത് ബൊറീറ്റോസിനുള്ളത് സെയിം രീതിയിൽ തന്നെ, പക്ഷേ ഈ സ്മാഷ് പൊട്ടേറ്റോസും അതൊക്കെ ഫുള്ളും പരത്തും. എന്നിട്ട് ഈ സെയിം വെജിറ്റബിൾസൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇടും. എന്നിട്ട് റോൾ ചെയ്യും. എന്നിട്ട് ഇത് അങ്ങനെ തന്നെ നിൽക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ടൂത്ത് പിക്ക് യൂസ് ചെയ്യാം. ഞങ്ങളിതിപ്പോൾ മമ്മി ഉണ്ടാക്കിയൊരു സ്റ്റിക്കാണ്, അത് വെച്ചിട്ടാണ് ഞങ്ങൾ കുത്തി വെച്ചത്. അപ്പോൾ ഫൈനലി ഈ ടാക്കോസും ബൊറീറ്റോസും റെഡിയായി. ഇങ്ങനെ നമുക്ക് തിന്നാം.